ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലും ലീഫുകളാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തോടെ നമ്മൾ ലീഫിൻ്റെ ക്ലാസ്സുകളൊക്കെ തീരും കേട്ടോ. ആദ്യം തന്നെ ഒരു വേവ് ലൈൻ പോലെ കൊണ്ടുവന്നിട്ട് പിന്നെ സിഗ്സാഗ് ലൈനാണ് കൊണ്ടുവരുന്നത്. ഇതുപോലെ അപ്പുറത്തും ചെയ്യുക. നടുക്കൂടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ഡാർക്കെയിൻ ചെയ്തെടുക്കുക കേട്ടോ. വൈൻസിൻ്റെ അവിടെ നിന്ന് ലീഫിൻ്റെ അവിടേക്ക് വരുന്ന രീതിയിലാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ചെമ്പരത്തിപ്പൂ വരയ്ക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ലീഫാണ് കേട്ടോ ഇത്. ഇനി ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിൻ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു സ്ലാൻഡേർഡ് ലൈൻ വരയ്ക്കുക. അടുത്ത സ്ലാൻഡേർഡ് ലൈൻ വരയ്ക്കുമ്പോൾ ആ സ്ലാൻഡേർഡ് ലൈൻ മറ്റേ സ്ലാൻഡേർഡ് ലൈനുമായി മുട്ടി നിൽക്കണം കേട്ടോ. എന്നിട്ടൊരു ടിയർ ഡ്രോപ്സിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ 2 ടിയർ ഡ്രോപ്സിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. അതേപോലെ അപ്പുറത്തും ചെയ്യുക. എന്നിട്ടൊരു ലീഫിൻ്റെ ബേസ് രൂപം വരച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ടിയർ ഡ്രോപ്സിൻ്റെ ആ ഒരു ഷേപ്പില്ലേ, അവിടെയും ആ സ്റ്റെമ്മിൻ്റെ അവിടെയൊക്കെ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് ടിയർ ഡ്രോപ്സിൻ്റെ ഷേപ്പ് പോലെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ നടുവിലായിട്ടൊരു വര വരുന്നതാണ് കേട്ടോ. എന്നിട്ട് സിഗ്സാഗ് ടൈപ്പിലുള്ള ഒരു ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ടിയർ ഡ്രോപ്സിൻ്റെ ആ ഒരു ഷേപ്പ് ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ലീഫ് പഠിച്ചിട്ട് എന്തിനാണ്, ഇതൊക്കെ യൂസ് ചെയ്യുമോ എന്നൊക്കെ അല്ലേ. നമുക്ക് നമ്മളുടെ ഓരോ ഡിസൈൻ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അല്ലാതെ ഇത് നമ്മളുടെ ഡിസൈനുകളിൽ വരുന്നതാണ് കേട്ടോ. നമുക്ക് സ്വന്തമായി ഒരു ഡിസൈൻ മേക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ലീഫ് പഠിച്ചു വെച്ചിരുന്നാൽ വളരെ ഉപകാരമാകും. ഇനി അടുത്തതായിട്ട് ടിയർ ഡ്രോപ്സിൻ്റെ പോലെ തന്നെ നീളത്തിൽ കൊണ്ടുവരുന്നതാണ്. പക്ഷേ സിഗ്സാഗിൻ്റെ അവിടെ ഈ ടിയർ ഡ്രോപ്സിൻ്റെ ഷേപ്പുകളാണ് വരുന്നത് കേട്ടോ. എത്ര എണ്ണം ഒരു സൈഡിൽ ചെയ്ത് കൊടുക്കുന്നു മറു സൈഡിൽ അത്ര എണ്ണം തന്നെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഔട്ട്ലൈൻ ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സ്ലാൻഡേർഡ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു സിഗ്സാഗ് ടൈപ്പിലുള്ള ഒരു ലീഫ് ചെയ്തെടുക്കുക. എന്നിട്ട് ലീഫിൻ്റെ അവിടെ നിന്ന് വൈൻസിലേക്ക് വരുന്ന രീതിയിലാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കുറേ ഇതളുള്ള ഫ്ലവേഴ്സിനൊക്കെ ഇത് ചെയ്ത് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ചെയ്ത് കൊടുക്കുമ്പോൾ നടുക്കുള്ള ആ വൈൻസിൻ്റെ ആ ഭാഗം ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നടുക്കുള്ള വൈൻസും ഔട്ട്ലൈനും ചെറുതായി ഒന്ന് ഡാർക്കെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി 43-ാമതായിട്ട് നേരത്തെ ചെയ്തെടുത്തതുപോലെ തന്നെ ഒരു സ്റ്റെമ്മ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ലീഫിൻ്റെ ബേസ് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡുകളിലായിട്ട് ചെറിയ ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുക്കുക. എത്ര ലൈൻസ് ഒരു വശത്ത് വരയ്ക്കുന്നു അത്രയും ലൈൻസ് തന്നെ മറുവശത്തും വരയ്ക്കുക. എന്നിട്ട് ഒന്നിടവിട്ട് എന്ത് ചെയ്യുക, ഓരോ സൈഡിലും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് ഒരു നീളത്തിലുള്ള വൈൻസ് വരയ്ക്കുക. എന്നിട്ട് ഒരു സിഗ്സാഗ് ടൈപ്പിലുള്ള ഒരു ലീഫ് വരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ലീഫിൻ്റെ അവിടെ നിന്ന് വൈൻസിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ചെയ്യുമ്പോൾ വൈൻസിൽ തട്ടാത്ത രീതിയിൽ വേണം ഷെയ്ഡ് ചെയ്തെടുക്കാൻ. ആ വൈൻസിനെ ഒഴിച്ച് നിർത്തിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് വീണ്ടും ഒരു സിഗ്സാഗ് ടൈപ്പിലുള്ളതാണ് വരുന്നത്. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തുമ്പറ്റത്ത് ചെറുതായിട്ടൊന്ന് ടെയിൽ നീട്ടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, മെഹന്തി വെച്ച് ഫില്ല് ചെയ്തെടുക്കുക.
46-ാമതായിട്ട് ലീഫിൻ്റെ 3 ബേസാണ് ചെയ്തെടുക്കേണ്ടത്. ഈ ബേസ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തായിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് വെച്ച് ആദ്യം ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വലിയ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അറേബ്യൻ മെസ്സ് പോലെയൊക്കെ ചെയ്തെടുക്കുന്ന ഒരു ഷെയ്ഡിങ് ടെക്നിക്കാണ് കേട്ടോ ഇതും. ഇനി വീണ്ടും 3 ലീഫിൻ്റെ ബേസ് രൂപം വരച്ചെടുക്കുക. ഇവിടെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലീഫിൻ്റെ ബേസ് രൂപം വരയ്ക്കുമ്പോൾ ചെറുതായി വേണം വരയ്ക്കാൻ. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, മെഹന്തി ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ ഡോട്ട്സ് വെളിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആ ഒരു രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് അതിനെക്കാട്ടി വലുതായിട്ടുള്ള ഡോട്ട്സുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഒരു വലിയ ലീഫ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴത്ത് നിന്ന് തന്നെ മുട്ടിച്ചിട്ട് ഒരു ചെറിയ ലീഫും കൂടെ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തായിട്ട് മുട്ടിക്കാതെ ഒരു ലീഫ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു തിക്ക് ലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കുക. ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് 3 ലീഫിൻ്റെ ബേസ് രൂപം വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തായിട്ട് ചെറിയ റൗണ്ട്സുകൾ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് ഷെയ്ഡിങ് ടെക്നിക്കുകൾ പഠിച്ചു. അതിലൊരു ഷെയ്ഡിങ് ടെക്നിക്കാണ് ഇതും. സ്ക്രംബ്ലിംഗ് മെത്തേഡിലും ഇതുപോലെ ഇപ്പോൾ റൗണ്ട് ചെയ്തെടുക്കുന്നതും പിന്നെ ചെറിയ ഡോട്ട്സ് ഇട്ട് ചെയ്യുന്നതും എല്ലാം ഷെയ്ഡിങ് ടെക്നിക്കുകളാണ്. ലൈൻസും ഷെയ്ഡിങ് ടെക്നിക്കിനായി ഉപയോഗിക്കാറുണ്ട്. ചെറിയ റൗണ്ട്സുകളെല്ലാം വരച്ചതിന് ശേഷം അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിൻ ചെയ്തെടുക്കുക കേട്ടോ. അമ്പതാമതായിട്ട് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ലീഫാണ്. ആദ്യം ഒരു സ്ലാൻഡഡ് ലൈൻ ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും ഒരു സ്ലാൻഡഡ് ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സിഗ്സാഗ് ടൈപ്പിലുള്ള ആ ലീഫില്ലേ അത് 2 സൈഡിലും ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് മുനമ്പ് കുറച്ച് ടെയിലെത്തി നീട്ടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡുകളിലായിട്ട് മെഹന്തി ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ആ നടുവിലുള്ള ആ വര കണ്ടില്ലേ, ആ വര അവിടെ കാണണം. അങ്ങനത്തെ രീതിയിലായിരിക്കണം നമുക്ക് ഈ ലീഫ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ 50 ടൈപ്പ് ഓഫ് ലീവ്സ് നമ്മൾ പഠിച്ചു. എല്ലാം ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം. ടാറ്റാ.